പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളുടെ ഇന്നത്തെ എക്സ്പേർട്ട് ഇൻട്രാക്ഷന് നിങ്ങളോടൊപ്പം ഇന്ന് സംവദിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നിങ്ങളെ പരിചയപ്പെടുത്തി തന്നതുപോലെ തന്നെ ഏറ്റവും ബഹുമാന്യനായ ജീവൻ സാറാണ്. സാറിൻ്റെ പ്രൊഫൈൽ നിങ്ങൾക്ക് തന്നിരുന്നു, നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അതുപ്രകാരം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മളുടെ സബ്ജക്റ്റുമായിട്ട് ഏറ്റവും ഇഴുകിച്ചേർന്ന രീതിയിൽ നിങ്ങളോട് സംസാരിക്കാനായി ഏറ്റവും പ്രാപ്തനായ, ഏറ്റവും ആപ്റ്റായ ഒരു വ്യക്തിയാണ് ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് നിങ്ങളോട് സംസാരിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അഗളി കുടുംബത്തിലേക്ക് ഏറ്റവും നല്ല ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ എല്ലാവരും സ്നേഹപൂർവ്വം സാറിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സ്വാഗതം സാർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ടീച്ചർ അധികം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ മറ്റു അധ്യാപക സുഹൃത്തുക്കളെയും നിങ്ങൾ ഓരോരുത്തരെയും ഈ മീറ്റിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് മൈക്ക് ജീവൻ സാറിന് കൈമാറുകയാണ്. നമുക്ക് നമ്മുടെ എക്സ്പേർട്ട് ഇന്ററാക്ഷൻ ആരംഭിക്കാം. താങ്ക് യു വെരി മച്ച്. ഹായ്, എല്ലാ കുട്ടികൾക്കും നമസ്കാരം. മറ്റുള്ള ടീച്ചർമാർക്കും അധ്യാപകർക്കും അധ്യാപകർക്കും നമസ്കാരം. ഇങ്ങനെ അവസരം കിട്ടിയതിൽ വളരെ സന്തോഷം. നിങ്ങൾ എല്ലാവരും കാണാനും പരിചയപ്പെടാനും കാര്യങ്ങൾ ഷെയർ ചെയ്യാനും പറ്റുന്നതിൽ. ടീച്ചർ, ഞാൻ പറയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ ആണ് സർ. അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ കേൾക്കാനായിട്ട്. ഞാനിപ്പോ എന്റെ റേഞ്ചിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും അറിയില്ല, ഞാൻ വേറെ സ്ഥലത്താണ് ഇരിക്കുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി എന്റെ അടുത്ത്. ഓക്കെ. അപ്പോ നമ്മുടെ സബ്ജക്ട് പേപ്പർലെസ് ഓഫീസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ് നമുക്ക് ഇന്ന് ടീച്ചർ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, പേപ്പർലെസ് ഓഫീസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ഡിജിറ്റലൈസേഷൻ, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, ഡിജിറ്റൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ഡിജിറ്റൽ ലെവലിലുള്ള കമ്മ്യൂണിക്കേഷനുകൾ, അതേപോലെ ഗവൺമെന്റ് ഗവേണൻസ്. അപ്പൊ നിങ്ങൾ കേൾക്കാത്ത വാക്കുകൾ ഉണ്ടാവില്ല. ഈ ഡിജിറ്റലും എന്ന് പറയുന്ന വാക്കോട് ചേർത്ത് ഇന്ന് നിങ്ങൾ കുട്ടികൾ ഇന്ന് ഒരുപാട് വാക്കുകൾ കേൾക്കുന്നുണ്ടാവും, ശരിയല്ലേ? അപ്പൊ ഈ വാക്കുകളെല്ലാം നിങ്ങൾ വളരെ വലിയൊരു സംഭവമായിട്ട് നിങ്ങൾ പേടിച്ചോ അല്ലെങ്കിൽ വലിയൊരു സംഭവമായിട്ട് നിങ്ങൾ വിചാരിക്കൊന്നും വേണ്ട. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. എന്ന് വെച്ചാല് നമ്മൾ ഓരോ കാലഘട്ടത്തും മാറി മറന്നു വന്ന ചില രീതികളുണ്ടായിരുന്നു. ചില കാര്യങ്ങൾ ഡോക്യുമെന്റ് ചെയ്യാനും എഴുതി വെക്കാനും സൂക്ഷിച്ചു വെക്കാനും പല കാലങ്ങളിൽ പല രീതികൾ നമ്മൾ ഉപയോഗിച്ചിരുന്നു. ഇപ്പൊ നിങ്ങൾ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. പണ്ട് താളിയോലകൾ ഉണ്ടായിരുന്നു, അതിനുശേഷം പുസ്തകങ്ങൾ വന്നു, അതിനുശേഷം വീഡിയോ ടേപ്പുകൾ പോലത്തെ സംവിധാനങ്ങൾ വന്നു, പിന്നെ അത് കഴിഞ്ഞ് ഡിജിറ്റൽ ഡാറ്റയിലേക്ക് വന്നു. പിന്നെ ഒരു സ്റ്റേജ് കൂടിയും കഴിഞ്ഞ് എന്ത് വന്നു? ഡിജിറ്റൽ ഡാറ്റയെ ഒരു ക്ലൗഡ് ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഒരു ലോക്കൽ കമ്പ്യൂട്ടർ, സാധാരണ എൻ്റെ ഒരു കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ഞാൻ 10-20 വർഷം മുമ്പൊക്കെ സാധാരണ ഒരു കമ്പ്യൂട്ടറിൽ ഡാറ്റ സേവ് ചെയ്തിരുന്നതിന് പകരം ഒരു നെറ്റ്വർക്കിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കമ്പ്യൂട്ടറുകൾ കണക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആദ്യം താളിയോലയിൽ വന്ന്, പുസ്തക താളുകളിൽ വന്ന്, റെക്കോർഡ് വീഡിയോകളിൽ വന്ന്, അതിനുശേഷം നമുക്ക് എന്ത് വന്നു? ഈ ഡിജിറ്റൽ റെക്കോർഡിങ്ങിലേക്ക് വന്ന്, ആ ഡിജിറ്റൽ റെക്കോർഡിങ്ങിന്റെ അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള നെറ്റ്വർക്കിംഗ് പോലുള്ള സമയത്തേക്ക് വന്ന്, അതിനും അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കും, കുട്ടികളൊക്കെ കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോറേജിലേക്ക് വന്നു. അപ്പൊ ഇന്ന് ഡാറ്റ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട് സ്ഥലത്ത് സ്റ്റോർ ചെയ്തുകൊണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക്, ലോകത്തിന്റെ ഏതൊരു ഭാഗത്തേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാവുന്ന രീതിയിലേക്ക് ഇന്ന് നമ്മളുടെ ടെക്നോളജി വളർത്തിക്കുകയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഡാറ്റ സേവിങ് എന്ന് പറയുന്ന കാര്യം തന്നെയാണ് അന്നും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്, ശരിയല്ലേ? താളിയോലയിൽ നിങ്ങൾ ഡാറ്റ എഴുതി വെച്ചാലും, ഇന്ന് ഹാർഡ് ഡിസ്കിൽ എഴുതി വെച്ചാലും, ക്ലൗഡിൽ എഴുതി വെച്ചാലും സംഭവിക്കുന്നത് എന്താണ്? ഡാറ്റ സ്റ്റോറേജ് തന്നെയാണ്. പക്ഷെ ഇതിന് എന്തുണ്ട്? പല അഡ്വാൻറ്റേജ് ഉണ്ട്. പണ്ടത്തെ സംഗതികൾ നിങ്ങൾക്ക് അറിയാം, അത് ദ്രവിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട്, ചെതലരിക്കാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ ഇന്ന് വരുമ്പോഴോ ഇന്ന് അതിനെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ലോങ് ലൈഫിൽ സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനങ്ങള്, ആ ഡാറ്റനെ സെക്യൂർ ആയിട്ട് ബാക്കപ്പ് ചെയ്ത് എടുത്തു വെക്കാനുള്ള സാധ്യതകൾ. ഈവൻ ഇപ്പോ നമുക്കൊരു നാച്ചുറൽ കലാമിറ്റി, പണ്ടൊക്കെ ഒരു 5-8 കൊല്ലം മുമ്പ് വരെ ക്ലൗഡ് എന്ന സിസ്റ്റം ഒരുപാട് വരാത്തത് കൊണ്ട് ലോക്കൽ സേവ് ചെയ്യുന്ന സിസ്റ്റംസിൽ വെള്ളപ്പൊക്കം വന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പക്ഷെ ഫ്ലഡ് വന്നു. ആ സമയത്ത് പല ആളുകളുടെ ഡാറ്റ നഷ്ടപ്പെട്ടത്, ആളുകൾ ക്ലൗഡിലേക്ക് പോകാത്ത ആളുകളുടെ പലരും ഡാറ്റ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ ഇതിനൊക്കെ മറികടക്കാൻ വേണ്ടി ക്ലൗഡ് എന്ന സിസ്റ്റം വന്നപ്പോ ലോകത്ത് എവിടെയോ ഉള്ള കമ്പ്യൂട്ടറുകളിലും റാക്കുകളിലും കമ്പ്യൂട്ടറുകളിലും സ്റ്റോറേജുകളിലാണ് ഡാറ്റ സെറ്റ് ചെയ്യുന്നത്. ഒരു സ്ഥലത്ത് മാത്രമായിരിക്കില്ല. ഇപ്പൊ US-ലോ UK-ലോ ഇന്ത്യയിലോ ജർമ്മനിയിലോ
ജപ്പാനിലോ ചൈനയിലോ ഒക്കെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലായിരിക്കും ഡാറ്റ ഉണ്ടാവുക. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നമുക്ക് ഡാറ്റനെ നമുക്ക് തിരിച്ചു വിളിച്ച് നമുക്ക് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോ എവിടെയും വളരെ സെക്യൂർ ആയി വളരെ ശ്രദ്ധയോടെ നമുക്ക് ആവശ്യാനുസരണം ഒരു സെക്കൻഡ്സ് കൊണ്ട് ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് ഡാറ്റ നമ്മുടെ കമ്പ്യൂട്ടറിലേക്കോ ഫിംഗർ ടിപ്പിലേക്ക് എത്തിക്കാൻ സംവിധാനങ്ങൾ വന്നതോടുകൂടി ഇന്ന് ഡേ ടു ഡേ ലൈഫിൽ അല്ലെങ്കിൽ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമുള്ള പല കാര്യങ്ങളും ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ഡിജിറ്റലൈസേഷൻ എന്ന വാക്ക് കഴിഞ്ഞ കുറച്ചൊരു 5-6 വർഷമായിട്ട് ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്. പിന്നെ ഈ കോവിഡും കൊറോണ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും പല സ്ഥലങ്ങളിൽ നിന്ന് വർക്ക്, ഇപ്പൊ തന്നെ ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞൊരു കൊല്ലം മുമ്പ് വരെ ഇങ്ങനൊരു ക്ലാസ് നമുക്ക് സാധ്യമായിരുന്നില്ല, അല്ലെങ്കിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോ സ്കൂളിൽ ഞാൻ ഫിസിക്കലി പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ടീച്ചർ എനിക്ക് മുമ്പേ പരിചയമുണ്ട്. ഞങ്ങള് അവിടെ ഫിസിക്കലി ഞാൻ സോഷ്യൽ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. പക്ഷെ ഇത്യാദി വൈകിട്ട് 7:30 ഞാനിപ്പോ ഇരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്, ബോംബെയിലാണ്, നിങ്ങൾ അഗളിയിലാണ്, പല സ്ഥലങ്ങളിലാണ്. ഈ നമ്മൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന രീതി കഴിഞ്ഞ വർഷം വരെ സംസാരിച്ചിരുന്നില്ല. അപ്പൊ ഇന്ന് കോവിഡ് പശ്ചാത്തലത്തിൽ ഒരു ആവശ്യം വന്നപ്പോ ഈ കമ്മ്യൂണിക്കേഷന് വേണ്ടി പേപ്പർലെസ് ഓഫീസിന് അല്ലെങ്കിൽ ഫിസിക്കൽ പ്രസൻസിന് പകരമായിട്ട് നമ്മൾ 10-30 പേര് ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കാണാൻ പറ്റാവുന്ന സംവിധാനത്തിലേക്കുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. ഇതുപോലെ ഇന്ന് ഏതൊരു ഓഫീസാണെങ്കിലും ഏതൊരു സ്ഥാനമാണെങ്കിലും ഏതൊരു കാര്യങ്ങളെ നമുക്ക് ഡിജിറ്റൽ വഴി നമുക്ക് കൊണ്ടുവരാൻ സാധ്യമാണ്. എന്തൊക്കെ വേണം? 2 കാര്യം ആവശ്യമാണ്. ഒന്ന്, ഇത് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ടെക്നോളജി ആവശ്യമാണ്. ഇത് തന്നെ വർക്ക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമാണ്. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ +2 കുട്ടികളാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കമ്പനി ആണെങ്കിൽ 2 ഹാർഡ്വെയർ ഉണ്ട്, 1 സോഫ്റ്റ്വെയർ ഉണ്ട്. ഇതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു ഭാഗം കൂടിയുണ്ട്, സിസ്റ്റം ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് പറയാം. അപ്പോ നിങ്ങൾ മനസ്സിലാക്കാൻ, ഒരു ഹാർഡ്വെയർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ അല്ല ഇൻഫ്രാസ്ട്രക്ചർ എന്താ? ചില ആൾക്കാർ മൊബൈലിൽ അറ്റൻഡ് ചെയ്യുന്നു, ചില ആൾക്കാർ ലാപ്ടോപ്പിൽ അറ്റൻഡ് ചെയ്യുന്നു, ചില ആൾക്കാർ ടാബിൽ അറ്റൻഡ് ചെയ്യുന്നു, അല്ലേ? അപ്പൊ പല ആളുകളും പല ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോ ഈ പ്രോഗ്രാം ഇപ്പൊ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കണേ. ഇതിനൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു IT ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് പറയാൻ പറ്റും. നമ്മളെല്ലാവരും കണക്ട് ചെയ്ത് എങ്ങനെയാണ്? അതിനെ നമ്മളൊരു ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്ന ഗൂഗിൾ ഒരു ആപ്ലിക്കേഷൻ വെച്ചാണ് നമ്മൾ കണക്ട് ചെയ്തത്, ശരിയല്ലേ? ഇത് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വിളിക്കാൻ പറ്റും. പക്ഷെ ഈ ഗൂഗിൾ മീറ്റ് വർക്ക് ചെയ്യുന്നതും ഈ ഹാർഡ്വെയർ വർക്ക് ചെയ്യുന്നതും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ സിസ്റ്റം ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ്. അതിപ്പോ എന്റെ കയ്യിലാണെങ്കിൽ ഞാനിപ്പോ ഒരു iOS ഡിവൈസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് iOSന്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്. ചില ആൾക്കാർ ആൻഡ്രോയിഡിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും വർക്ക് ചെയ്യുന്നത്, ചിലർക്ക് വിൻഡോസിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏത് വ്യത്യസ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും വർക്ക് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എന്ത്? ഗൂഗിൾ മീറ്റ്. അത് വർക്ക് ചെയ്യാനുള്ള ഡിവൈസുകളും കൂടി കണക്ട് ചെയ്തുകൊണ്ട് ഇന്ന് പേപ്പർലെസ് ഓഫീസ് അല്ലെങ്കിൽ പ്രസന്റ് ഒരു ഫിസിക്കൽ പ്രസൻസ് ഇല്ലാത്ത ഒരു മീറ്റിംഗ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇത് തന്നെയാണ് പേപ്പർലെസ് ഓഫീസിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വേറെ വേറെ സ്ഥലങ്ങളിൽ ഇരുന്ന് കണ്ട് വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് വീഡിയോ സ്വിച്ച് അമർത്തിയ നമുക്ക് വീഡിയോ കണ്ട് സംസാരിക്കാം, ശരിയല്ലേ? അപ്പൊ സാർ ചെറുതായിട്ട് സൗണ്ട് ഇന്ററപ്റ്റ് ആയിട്ടോ. ജീവൻ സാർ കേൾക്കുന്നില്ല. എക്സാമ്പിൾ ആക്കി വെച്ചുകൊണ്ട് ഇന്ന് ഇമ്പോസിബിൾ എന്ന് പറയാവുന്ന ലെവലിലേക്ക് ഒരു ജീവിതത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നിങ്ങളുടെ സ്പാർക്കാണ് തരുന്നത്, ഒരു എക്സാമ്പിൾ ആണ്, ഒരു സ്പാർക്കാണ് തരുന്നത്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ വേണം ചിന്തിക്കാം. അതൊരു ഓഫീസിന്റെ ഭാഗമാണ്, സ്കൂളിലെ ഓഫീസിന്റെ ഭാഗമാണ്, നിങ്ങൾക്ക് പഠിക്കുന്ന ഓഫീസിന്റെ ഭാഗമാണ്, ടെക്സ്റ്റ് ബുക്കിന്റെ ഭാഗം. ഇന്ന് ഡിജിറ്റൽ പിപിടികളും പ്രസന്റേഷൻസും വീഡിയോ വരാൻ തുടങ്ങി, അത് ഡിജിറ്റലിന്റെ ഭാഗമാണ്. ഇപ്പൊ നമ്മൾ അവരുടെ ലീവ് അപ്ലിക്കേഷൻസ് ഇതൊക്കെ ഓൺലൈനിൽ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യാം പണ്ട്. അപ്പൊ അത് ഡിജിറ്റലൈസേഷൻ ഭാഗമാണ്. നിങ്ങളൊരു അറ്റൻഡൻസിലേക്ക് കയറി വരുമ്പോൾ ഒരു തമ്പ് വെച്ചുകൊണ്ടോ ഐ കോണ്ടാക്ട് വെച്ചുകൊണ്ടോ റെറ്റിന ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ അറ്റൻഡൻസ് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. ഡിജിറ്റലൈസേഷന്റെ ഭാഗമാണ്. അപ്പോൾ എക്സാമിനേഷൻ പണി ഓൺലൈൻ നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക്
പേപ്പർലെസ് എക്സാമിനേഷൻ നടത്താൻ വേണ്ടി നിങ്ങൾ ഹലോ സാർ, കേൾക്കുന്നില്ല. ജീവൻ സാർ, പോലെയുള്ള ഓൺലൈൻ കോഴ്സുകളുണ്ട്. അതിൽ കുറെ കോഴ്സുകൾ ഉപയോഗിക്കാൻ പറ്റും. യൂട്യൂബ് ഒരുപാട് ക്ലാസ് അവൈലബിൾ ആണ്. ഒരുപാട് യൂട്യൂബ് അപ്പൊ പോലുള്ള 200, 300, 400, 500 രൂപയൊക്കെ ചെലവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് നൂതനമായുള്ള കോഴ്സുകൾ പഠിക്കാൻ പറ്റും. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ കോഴ്സ് പഠിക്കാൻ പറ്റും. പറഞ്ഞു വന്നത് ഇതിന്റെ സാധ്യതകളെയാണ്. ഇപ്പൊ ഈ കോഴ്സ് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സാധ്യതകളെയാണ്. നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് വ്യക്തമായി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ നോളജിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് അക്വയർ ചെയ്യാനായിട്ട് വലിയൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നിങ്ങളുടെ മുമ്പിലുള്ള ഈ ഇന്റർനെറ്റ്, ഈ ഫോൺ, ഈ മൊബൈലോ കമ്പ്യൂട്ടറോ വെച്ചുകൊണ്ട് നിൽക്കുന്ന സാധനമാണ്. ഈ സാധ്യത ഈ ഡിജിറ്റലൈസേഷൻ ആണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ക്ലാസ് വെറുതെ പോലെ കേട്ടിരിക്കാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പഠിക്കണം. യൂട്യൂബിൽ എങ്ങനെയാണ് ഒരു പാട്ട് കേൾക്കാന്ന് അറിയാത്ത അറിവില്ല. ഈ പാട്ടിന് പകരം നിങ്ങളുടെ നോളജാണ്, നിങ്ങൾക്ക് നോളജ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനാണോ, അതുപോലെ തന്നെ ഒരുപാട് ഫോറംസ് ഉണ്ട്. ലോകത്തുള്ള വിവിധ നോളേജുള്ള PhD മുതൽ റിസർച്ച് മുതൽ വർക്കിംഗ് പ്രൊഫഷണൽസ് മുതൽ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ നോളേജ് ഉള്ള കൂട്ടായ്മ എന്ത് പറയാം, ഫോറം എന്ന് പറയാം. ഈ ഫോറത്തിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. യെസ്, ഹലോ. സാർ, ഇടയ്ക്കൊന്ന് ഇന്ററപ്റ്റ് ആയപ്പോ പറഞ്ഞതാണ്. ഇപ്പൊ ശരിയായി. ഇപ്പൊ കറക്റ്റ് ആയി, തനിയെ ശരിയായി. പറയോ? ഇപ്പൊ ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഹലോ, ക്ലിയർ ആണ്. ഞാൻ എവിടെ വരെ പറഞ്ഞാണ് മാഡം കേട്ടത്? സാർ നിർത്തിയോളൂ, കണ്ടിന്യൂ ചെയ്തോളൂ. ജസ്റ്റ് ഒന്ന് ഇന്ററപ്റ്റ് ആയുള്ളൂ. ക്ലാസ് റൂമിലെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, യൂട്യൂബിന്റെ കാര്യം പറഞ്ഞല്ലോ, അതുവരെ ക്ലിയർ ആണ്. യൂട്യൂബിന്റെ കാര്യം പറഞ്ഞു. ഞാൻ ഫോറത്തിന്റെ കാര്യം പറഞ്ഞു കേട്ടായിരുന്നോ? ഇല്ല, അത് ഇന്ററപ്റ്റ് ആയി. ഫോറത്തിന്റെ കാര്യം പറഞ്ഞു കേട്ടായിരുന്നോ? ഇല്ല, അവിടെ ഇന്ററപ്റ്റ് ആയി. ഓക്കെ, അപ്പൊ ഞാൻ ഫോറം എന്ന് ഉദ്ദേശിച്ചത് ഇന്ന് നമുക്ക് ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ നോളേജ് ഉള്ള ലോകത്തുള്ള വിവിധ വ്യക്തികൾ ഒരു പ്ലാറ്റ്ഫോമിൽ കണക്ട് ചെയ്യുന്നതിനെയാണ് ഫോറംസ് നമ്മൾ വിളിക്കുന്നത്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഫോറംസ് ഫോർ ഇതിന് തന്നെ വിചാരിച്ചോ, പേപ്പർലെസ് ഓഫീസ്, അല്ലെങ്കിൽ ഫോറംസ് ഫോർ സയൻസ് നോളേജ്. ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തൊരു നോളേജിന് വേണ്ടി നിങ്ങൾ ഫോറം സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മെമ്പേഴ്സ് ആവാം. പെയ്ഡ് ആയിട്ടുള്ള ഫോറംസ് ഉണ്ട്, പെയ്ഡ് അല്ലാതെ ഫ്രീ ആയിട്ടുള്ള ഫോറംസ് ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഫോറംസിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ വെച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്പേസിനെ പറ്റിയായിരിക്കാം, സ്പേസ് റിസർച്ചിനെ പറ്റിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫിസിക്സിനെ പറ്റിയിട്ടായിരിക്കാം, എന്തുമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ പറ്റിയിട്ടായിരിക്കാം, ലൈറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ പറ്റി മാത്രമായിരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് സബ്ജക്റ്റിനെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയുള്ള ഫോറംസ് ഇന്ന് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ആരാണെന്ന് അറിയില്ല, നിങ്ങൾ എവിടെ നിന്നാണെന്ന് അവർക്ക് അറിയില്ല, അവരാരും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇതൊന്നും ബാധകമല്ല. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നിങ്ങളുടെ സംശയങ്ങൾ തീർത്തിരുന്ന ആളുകൾ ഡിജിറ്റലി അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു 5 ഇഞ്ച് വലുപ്പമുള്ള ഒരു ഡിവൈസ്, അത് ഐഫോൺ ആയിക്കോട്ടെ, ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, ഏത് ഫോൺ ആയിക്കോട്ടെ, അതും ഒരു ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഡിജിറ്റലി ആക്സസ് ചെയ്യാവുന്ന ഒരുപാട് സാധ്യതകളാണ് മുമ്പിലുള്ളത്. കുട്ടികൾക്കാണെങ്കിൽ പഠിക്കാനുള്ള സാധ്യത ഒരുപാടാണ്. അതാണ് കുട്ടികളുടെ കാര്യത്തിലുള്ള ഡിജിറ്റലൈസേഷൻ അല്ലെങ്കിൽ പേപ്പർലെസ് ആക്ടിവിറ്റീസ്. ടീച്ചേഴ്സിന് റെഫർ ചെയ്യാൻ ഒരുപാട് ഡാറ്റ നമുക്ക് അവൈലബിൾ ആണ്. അതാണ് ടീച്ചേഴ്സ് സംബന്ധിച്ചുള്ള പേപ്പർലെസ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്. ബിസിനസ് കാര്യത്തിലാണെങ്കിൽ അവിടെ ഉണ്ട്, ഫോറംസ് വേണമെങ്കിൽ അവിടെ ഉണ്ട്, നോളജ് വേണമെങ്കിൽ അവിടെ ഉണ്ട്, ഇനിയിപ്പോ നിങ്ങൾക്ക് വീഡിയോ കോൺഫറൻസിങ് വേണമെങ്കിൽ അത് അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത്,
ഇന്ന് ഇത്തരത്തിലുള്ള സാധ്യതകളെ കൂട്ടിയിണക്കിയാൽ, ഇന്ന് ഡിജിറ്റലൈസേഷന് സാധ്യതകൾ കൂട്ടിയിണക്കിയാൽ ഇന്ന് നോളേജിനെ നമുക്ക് അക്യൂർ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, പ്രോസസ്സിനെ അല്ലെങ്കിൽ ഒരു പണിയെ, ജോലിയെ ഡിജിറ്റലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിജിറ്റലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, ഇല്ലെങ്കിൽ ഒരു പ്രോട്ടോകോളുകൾ അനുസരിച്ചുകൊണ്ട് റൈറ്റ് കൊടുത്തുകൊണ്ട് ഡിജിറ്റലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. അത് ഞാൻ പറയാത്തൊരു കാര്യമാണ്. ഈ പേപ്പർലെസ് ഓഫീസിന്റെ പ്രത്യേകത ഈ നെറ്റ്വർക്കിങ്ങിന്റെ റൈറ്റ്സ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിന്റെ റൈറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓരോ ആളുകൾക്ക് കാണേണ്ട കാര്യങ്ങൾ മാത്രം അവരെ കാണിച്ചു കൊടുക്കാൻ പറ്റും. അത് വലിയ സാധ്യതയാണ്. ഫോർ എക്സാമ്പിൾ, മാനേജർക്ക് അയാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഓരോ ആളുകളുടെയും ആക്ടിവിറ്റി അറിയാൻ പറ്റണം. പക്ഷെ മാനേജറുടെ ആക്ടിവിറ്റി എംപ്ലോയീസിന് അറിയണമെന്നില്ല. എല്ലാ മാനേജറുടെ ആക്ടിവിറ്റി ജനറൽ മാനേജർക്ക് അറിയണം. എല്ലാ ജനറൽ മാനേജർമാരുടെ ആക്ടിവിറ്റി ഒരു പക്ഷേ സിഇഒക്ക് അറിയണം, അപ്പോൾ അല്ലെങ്കിൽ എം ഡിക്ക് അറിയണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഓരോ ആളുകൾക്ക് വേണ്ടുന്ന നിലയ്ക്ക് സമയമനുസരിച്ച് അവരുടെ കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇന്ന് പേപ്പർലെസ് ഓഫീസിലുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് IT ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ ഞങ്ങൾ ഒരു വർഷമായിട്ട് ഫുള്ളി വർക്ക് ഫ്രം ഹോം ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്ന ലാപ്ടോപ്പും കൊടുക്കുന്ന സ്റ്റാഫിനെ വീട്ടിലേക്ക് വിടുമ്പോൾ അവർ എത്ര സമയം ഇതിൽ ലോഗിൻ ചെയ്തു, ഏതൊക്കെ സൈറ്റുകൾ ആ ലാപ്ടോപ്പ് ഉപയോഗിച്ചു, അവർ ഏതെങ്കിലും ഒരു ഡാറ്റ അതിന് കോപ്പി ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ, അവരെ കുട്ടികൾ കളിക്കാൻ വേണ്ടി ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള മുഴുവൻ ട്രാക്കുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് അവര് വീട്ടിലിരുന്ന് വർക്ക് ചെയ്താലും ഈ ഓഫീസിൽ വരുന്ന എല്ലാ സംവിധാനവും നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നോക്കൂ, എത്ര ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മൾ എവിടെയാണോ, വീട്ടിലാണോ, ഓഫീസിലാണോ, വേറെ രാജ്യത്താണോ, ഒരു എക്സാമ്പിൾ കൂടെ പറയാം. എന്റെ ഒരു സ്റ്റാഫ് കഴിഞ്ഞ ദിവസം ദുബായിൽ പോയിരിക്കുക, ഒരു മാസത്തേക്ക് വേണ്ടി ഹസ്ബൻഡിന്റെ അടുത്തേക്ക് പോയതാണ്. അപ്പൊ ആ കുട്ടി ലീവ് എടുത്തിട്ടല്ല പോയത്. പണ്ടാണെങ്കിൽ എന്താ ചെയ്യാ, ഒരു മാസം ലീവ് സാങ്ഷൻ ചെയ്ത് ലീവ് എടുത്ത് പോകും. ഇപ്പൊ എന്താ ചെയ്തേ, നമ്മൾ ആകെ ഒരു ദിവസം യാത്ര ചെയ്യുന്ന ദിവസം, ഫ്ലൈ ചെയ്യുന്ന ദിവസം ആ കുട്ടിക്ക് ലീവ് കൊടുത്തു. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഈ സൺഡേ ലീവിന് പകരം, ഇവിടെ സൺഡേ ആഫ്റ്റർ ലീവിന് പകരം അവിടെ ഫ്രൈഡേ തേഴ്സ്ഡേ ഓഫ് ആക്കി കൊടുത്തു. ബാക്കിയുള്ള എല്ലാ ദിവസവും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ അവരവിടെ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ക്ലയന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ വീണ്ടും എന്തായി, ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ് അല്ലെങ്കിൽ രാജ്യങ്ങളുടെ ബൗണ്ടറീസ് ഇല്ലാതെ നമ്മൾ ആൾക്കാർക്ക് വർക്ക് ചെയ്യാൻ പറ്റാവുന്ന വലിയൊരു സാധ്യത ഈ പേപ്പർലെസ് ഓഫീസിൽ അല്ലെങ്കിൽ പേപ്പർലെസ് പ്രോസസ്സിൽ വന്നുകൂടി. അപ്പൊ നിങ്ങൾ പേപ്പർലെസ് ഓഫീസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും പേപ്പർ ലെവൽ ഓഫീസിനല്ല ചിന്തിക്കേണ്ടത്. ആ ഓഫീസിലെ മുഴുവൻ സാധ്യതകളെയും ജോലികളെയും ടെക്നോളജിയുടെ സഹായത്തോടു കൂടി ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം, നിങ്ങൾ അങ്ങനെ വേണം മനസ്സിലാക്കാനായിട്ട്. അല്ലാതെ ആ ഓഫീസിൽ ന്യൂസ് പേപ്പർ കണ്ടല്ലോ, അല്ലെങ്കിൽ പേപ്പർ കണ്ടത് പേപ്പർലെസ് ഓഫീസല്ലോ എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഓഫീസിലെ മുഴുവൻ ജോലികളെയും സാധ്യതകളെയും ടെക്നോളജി സഹായത്തോടു കൂടി എവിടെ ഇരുന്നുകൊണ്ടും ചെയ്യാൻ പറ്റാവുന്ന സംവിധാനത്തിന് ഇംപ്ലിമെന്റ് ചെയ്യുക. ഇതാണ് ഡിജിറ്റലൈസേഷൻ അല്ലെങ്കിൽ പേപ്പർലെസ് ഓഫീസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ പേപ്പറിന്റെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇതിന് വലിയൊരു സോഷ്യൽ അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയാ, നമ്മുടെ ഒരു പ്രകൃതിയുടെ വലിയൊരു സംവിധാനം. നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ പേപ്പർ ഐറ്റംസ് അങ്ങനെ സംഗതികളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നത് മരങ്ങളിൽ നിന്നുണ്ടാവുന്ന പൾപ്പ് ഉപയോഗിച്ചിട്ടും അതിന്റെ പ്രോസസ്സിലൂടെയാണ് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ വലിയൊരു ശതമാനത്തിൽ നമ്മളുടെ മരങ്ങളെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുമ്പോൾ തന്നെ ഈ നമ്മുടെ ഗ്ലോബൽ പൊല്യൂഷനെ ഒക്കെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഈ പേപ്പർലെസ് പ്രോസസ്സിൽ ഒരുപാട് വ്യത്യാസപ്പെടും എന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പൊ നോക്കൂ, ബാങ്കിൽ ഇപ്പൊ പാസ്ബുക്കുകൾ ഒരുപാട് ഇല്ലാതായി തുടങ്ങി, ഡിജിറ്റൽ പ്രിന്റ് ഔട്ട് മാത്രമാക്കി തുടങ്ങി. എല്ലാ സ്ഥലങ്ങളിലും ഡിജിറ്റൽ പ്രൂഫുകൾ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ നിങ്ങൾ മൊബൈലിൽ നിങ്ങൾ സ്കാൻ ചെയ്ത് വെച്ചിട്ടുള്ള നിങ്ങളുടെ പാസ്പോർട്ടോ അല്ലെങ്കിൽ ആധാർ കാർഡോ പാൻ കാർഡോ ലൈസൻസോ ഒക്കെ ഒഫീഷ്യലി വാലിഡ് ആവാൻ തുടങ്ങി. അപ്പൊ ഇതൊന്നും നിങ്ങളൊരു ഫോട്ടോ കോപ്പി എടുത്ത് ടെസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ, ഇപ്പൊ ഈവൻ ക്രെഡിറ്റ് കാർഡ് പോലും നമുക്ക് ഫോണിൽ സ്കാൻ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന കണ്ടീഷനിലേക്ക് വന്നു. ബാങ്കിങ് ട്രാൻസാക്ഷൻ ബാങ്കിലേക്ക് പോകേണ്ട ആവശ്യമില്ലാതായിട്ട് വന്നു. ബാങ്കിങ് സംവിധാനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഡിജിറ്റലൈസേഷൻ നടന്നത്. പേയ്മെന്റ് ഗേറ്റ്വേകൾ വഴി വളരെ ഭംഗിയായി കാര്യങ്ങൾ നടക്കാൻ പറ്റാവുന്ന രീതികളിലേക്ക് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ എന്നതിന്റെ ഉപയോഗത്തോടു കൂടി ഇന്ന് വളരെ ഭംഗിയോടുകൂടി നിങ്ങൾക്ക് ഏത് മേഖല നോക്കിയാലും, ടിക്കറ്റ് ബുക്കിംഗ്, കമ്മ്യൂണിക്കേഷൻ, എഡ്യൂക്കേഷൻ, ബാങ്കിങ് സെക്ടർ, ഒഫീഷ്യൽ വർക്കുകൾ, അതുപോലെ തന്നെ അപ്രൂവൽ സിസ്റ്റംസ്, ഓൺലൈൻ ആപ്ലിക്കേഷനുകൾ, ഓൺലൈൻ ക്ലാസ്സുകൾ, ടീച്ചിങ് ഫെസിലിറ്റീസ്,
ഇങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ഇന്ന് ഈ ടെക്നോളജിയുടെ ഉപയോഗത്തോടു കൂടി നിങ്ങൾക്ക് ഒരു ഡിജിറ്റലൈസേഷൻ കാണാൻ സാധിക്കും. ഇനി ഇതിന്റെ സാധ്യതകൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വരുന്ന ഓരോ കുട്ടികൾക്കും ഇത് ഒരുപാട് തൊഴിലവസരങ്ങൾ കൂടി വരികയാണ്. നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് ഡിജിറ്റലൈസേഷൻ ചെയ്തു കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് മാറാം. അതിന് നിങ്ങൾ എന്ത് പഠിക്കണം? ടെക്നോളജി കാര്യങ്ങൾ പഠിക്കണം. ഹാർഡ്വെയറിലാവാം, സോഫ്റ്റ്വെയറിലാവാം, പ്രോഗ്രാമിംഗിലാവാം, നെറ്റ്വർക്കിംഗ്, എന്തും ആയിക്കോട്ടെ. ഈ ഡിജിറ്റലൈസേഷൻ ചെയ്തു കൊടുക്കാൻ വേണ്ടുന്ന സംവിധാനങ്ങൾ പഠിച്ചുകൊണ്ട് നിങ്ങൾ ഡിജിറ്റലൈസേഷൻ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറാം. ഒരുപാട് IT അവസരങ്ങൾ അതിനകത്ത് ഒരു 10, 50, 60 പല വ്യത്യസ്തമായ ജോലികളിൽ നിങ്ങൾക്ക് ലോകം മുഴുവൻ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയാണ് ഈ മേഖലയിൽ വരാൻ പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും 15 മുതൽ 22% വരെ ലോകത്ത് ഡിജിറ്റലൈസേഷൻ നടന്നിട്ടുള്ളൂ. അത് 50% വരെ ആവാൻ വേണ്ടി ഇനിയും 20 കൊല്ലം കഴിയണമെന്ന് പറയുന്നത്. നോക്കൂ, എത്ര ആളുകൾ പഠിച്ചു തുടങ്ങിയാലും നിങ്ങൾക്ക് സാധ്യതകൾ അൺലിമിറ്റഡ് ആണ്. ഇനി രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഒരു സെക്കൻഡ്, ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ ടീച്ചറെ? ക്ലിയർ ആണ്. ഓക്കെ സോറി, എനിക്കൊരു കോൾ വന്നപ്പോൾ ഒന്ന് ബ്രേക്ക് ആയിട്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒട്ടനവധി തൊഴിലവസരങ്ങളെ ഈ മേഖലയിൽ നിങ്ങൾക്ക് ഡിജിറ്റലൈസേഷന്റെ ഭാഗമാകാൻ വേണ്ടി നിങ്ങൾക്ക് സാധ്യതകളുണ്ട്. ഇതോടൊപ്പം തന്നെ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി അറിയേണ്ടത്, ഇനി ഇതല്ല, ഈ ഡിജിറ്റലൈസേഷൻ ചെയ്യുന്ന ജോലിയല്ല അല്ലെങ്കിൽ ആ മേഖലയിലല്ല വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യാൻ പോയാലും ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ജോലിയെ ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇന്ന് അങ്ങനെ ഒരു സ്മാർട്ട് ടെക്നോളജിയിൽ വർക്ക് ചെയ്യാൻ പഠിക്കാത്ത നിങ്ങൾക്ക് ഇന്ന് കാലഘട്ടത്തിൽ മാറി വരുന്ന ഡിജിറ്റൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാതെ വരികയും ആ കോമ്പറ്റേറ്റീവ് ആയിട്ട് ആ ജോലി ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ടാലിയോ അല്ലെങ്കിൽ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിങ്ങൾക്ക് തന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ അവിടെ ഔട്ട്ഡേറ്റഡ് ആയിട്ട് മാറി. ഇപ്പൊ നിങ്ങൾ ഒരു ഡോക്ടർ ആയിക്കോട്ടെ, നിങ്ങൾ ഒരു സയന്റിഫിക് ആയിട്ട് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് രോഗനിർണയം നടത്താനും ലോകത്തുള്ള മറ്റു ഡോക്ടർമാരുമായിട്ട് ഫോറംസ് വഴി കണക്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആയിട്ട് മാറി. നിങ്ങൾ ടീച്ചറായി. ഇപ്പോൾ ടീച്ചർ നോക്കൂ, എത്ര ഭംഗിയായിട്ട് ഈ പ്രോഗ്രാമുകൾ കോർഡിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു ട്രഡീഷണൽ ലെവലിൽ ടെക്നോളജി ഉപയോഗിക്കാൻ അറിയാത്ത ടീച്ചറാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഔട്ട്ഡേറ്റഡ് ആയിട്ട് മാറും, അവർ അപ്ഡേറ്റ് ചെയ്യാതെ പോകും. അപ്പൊ നിങ്ങൾ ബാങ്കിങ് സെക്ടറിൽ ചെന്നു അവിടെ ജോലി ചെയ്യണമെങ്കിൽ ടെക്നോളജിയുടെ നോർമൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുകയും ആ ബാങ്കിൽ വർക്ക് ചെയ്യേണ്ട നോളജ് നിങ്ങൾക്ക് ഉണ്ടാവുകയും വേണം. അപ്പൊ ഇന്റർനെറ്റിന്റെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക, കമ്മ്യൂണിക്കേഷന്റെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക, ഡേ ടു ഡേ ലൈഫിൽ വേണ്ടുന്ന ബാങ്കിങ് സംവിധാനങ്ങൾ ഉൾപ്പെടുത്താൻ പഠിക്കുക. അതോടൊപ്പം തന്നെ പഠനവും റെഫറൻസുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ ടെക്നോളജി ഉപയോഗപ്പെടുത്താൻ പഠിക്കുക. ഡേ ടു ഡേ ലൈഫിൽ ആവശ്യമുള്ള ട്രാൻസ്പോർട്ടേഷൻ മേഖലയിലായിക്കോട്ടെ, ബുക്കിംഗ് മേഖലയിലായിക്കോട്ടെ, ഇവിടെയൊക്കെ ടെക്നോളജി ഉപയോഗിക്കാൻ പഠിക്കുക. ഇങ്ങനെയുള്ള ദൈനംദിന കാര്യങ്ങളിലും ഓഫീസ് കാര്യങ്ങളിലും ടെക്നോളജി ഉപയോഗിക്കാൻ പഠിക്കാത്തൊരു വ്യക്തി ഏതൊരു മേഖലയിൽ ചെന്നിട്ടും ഇന്ന് അയാളുടെ പ്രാവീണ്യം തെളിയിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാൻ, നിങ്ങൾ ഓരോരുത്തരും ഈ ടെക്നോളജിയുടെ ഉപയോഗങ്ങളെ, ആവശ്യങ്ങളെ നിങ്ങളുടെ ഒരു ഇനിയുള്ള കാലഘട്ടത്തിന്റെ ആവശ്യമായിട്ട് മനസ്സിലുകൊണ്ട് നിങ്ങൾ എല്ലാവരും പഠിച്ചെടുക്കുകയും ഒപ്പം ഇതിനൊരു പ്രൊഫഷൻ ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന വ്യത്യസ്ത തരം കോഴ്സുകൾ പഠിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുകയും വേണം. ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ തന്നെയുള്ളൂ, ഏത് തൊഴിൽ പഠിച്ചാലും ടെക്നോളജിയുടെ നോളജ് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ടെക്നോളജി തന്നെ തൊഴിലാക്കണമെങ്കിൽ അതിനുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് ശ്രമിക്കുക. അപ്പോൾ പേപ്പർലെസ് ഓഫീസ് ഈസ് നത്തിങ് ബട്ട് digitalizing the process and protocols with the support of a technology. ടെക്നോളജി സഹായത്തോടു കൂടി, ഡിജിറ്റൽ സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി നമുക്ക് ആവശ്യമായുള്ള പ്രോഗ്രാമുകളെയും പ്രോസസ്സുകളെയും ഒരു ടെക്നിക്കൽ അണ്ടറിലേക്ക് കൊണ്ടുവന്ന് നിയന്ത്രിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ പ്രധാനമായിട്ടും പേപ്പർലെസ് ഓഫീസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു സാധ്യത മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഇ ഗവൺമെന്റ് എന്ന് പറയുന്ന പ്രോസസ് ഉണ്ട്. അതില് നിങ്ങൾ ഏത് ഭാഷ സംസാരിച്ചാലും കേൾക്കേണ്ട വ്യക്തിക്ക് ആ ഭാഷ കേൾക്കാം, ഭാഷയിൽ സംസാരിക്കാം, അത്ര പോലും കൺവേർട്ട് സാധ്യത. അതുകൊണ്ട് അതിൽ ലോകം ഒരുപാട് ഭാഷകൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കൺവേർഷൻ ലാംഗ്വേജ് പ്ലാറ്റ്ഫോമാണ്. അത് മാത്രമല്ല, ഓരോ സംസ്ഥാനത്തിൽ നിന്നും അവർ പറയുന്ന കാര്യങ്ങൾ മീൻസ് രേഖപ്പെടുത്തും. മീൻസ് എഴുതേണ്ട കാര്യമില്ല. അത് എന്ന് ചോദിച്ചാൽ റെഫറൻസസിന് പബ്ലിക്കിന് പോലും അവൈലബിൾ ആക്കി
രീതികളിലാണ്. പിന്നെ മീറ്റിംഗിൽ ഇന്ന മന്ത്രി എന്താണ് സംസാരിച്ചത് എന്ന് നോക്കിയാൽ അതിന്റെ ഡോക്യുമെന്റ് പോലും കിട്ടാവുന്ന കണ്ടീഷനിലേക്കാണ് അതിന്റെ സംവിധാനങ്ങളെ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഈ ഗവൺമെന്റിന്റെ പ്രോട്ടോകോളുകൾ മുതൽ ഈ ഡേ ടു ഡേ ലൈഫ് ഒരുപാട് കാര്യങ്ങൾ ഡിജിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക, തിരിച്ചറിയാൻ, നിങ്ങൾ അതിനുവേണ്ടി ഉയർന്ന് പ്രവർത്തിക്കുക. എനിക്ക് എന്റെ ഭാഗത്ത് പറയാനുള്ള അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും ഉണ്ടാവട്ടെ. ഇതിൽ എന്തെങ്കിലും ഇനിയിപ്പോ ഒരു 10-15 മിനിറ്റ് സമയം നമുക്ക് പറഞ്ഞതനുസരിച്ചുള്ളത്. നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാൻ 10 മിനിറ്റ് തരണം തോന്നി, നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങൾ ചോദിച്ചാൽ എനിക്ക് അറിയുന്നത് പറഞ്ഞു തരാം. എന്നിട്ട് നമുക്ക് ഈ കാര്യം കൺക്ലൂഡ് ചെയ്യാം. ടീച്ചർ അതുപോലെ തന്നെ സംസാരിക്കണമെന്ന് പ്രതീക്ഷിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ സംസാരിക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏരിയ സംസാരിക്കേണ്ടതായിട്ടും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ അതും കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അടുത്ത സമയം കൊണ്ട്. അപ്പോ ഞാൻ തൽക്കാലത്തേക്ക് ഞാൻ ഫ്ലോർ ഹാൻഡ് ഓവർ ചെയ്യാണ് ടീച്ചർക്ക്. കുട്ടികൾക്ക് നിങ്ങൾക്ക് ആവശ്യമായ സംശയം ചോദിക്കാം, അല്ലെങ്കിൽ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ് അതുകൂടി ഞാൻ പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. ഒരുവിധം എല്ലാ ഏരിയയും സർ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നത് നമുക്കിപ്പോൾ ഒരു ERP സിസ്റ്റത്തെ കുറിച്ചും കൂടിയും ഇവരോടൊന്ന് സംസാരിക്കാമായിരുന്നോ? ഓക്കെ. ERP എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് ആണ്. ERP എന്ന് പറയുന്നത് ഫുൾ ഫോം ശ്രദ്ധിച്ച് കേൾക്കുക. എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് എന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ മുഴുവൻ എംപ്ലോയീസിനെയും അല്ലെങ്കിൽ റിസോഴ്സസിനെയും പ്ലാൻ ചെയ്യാൻ ഉതകുന്ന രീതിയിൽ സെറ്റപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ERP എന്ന് പറയാം. അത് പല കമ്പനികളുടെ ERP ഉണ്ട്. ഫോർ എക്സാമ്പിൾ മൈക്രോസോഫ്റ്റിന്റെ ERP ഉണ്ട്, അതിന്റെ പേരാണ് ഡൈനാമിക്സ്. SAP എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ERP മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി SAP ആണ്. മൈക്രോസോഫ്റ്റിനും ERP ഉണ്ട്, ഡൈനാമിക്. ഒറാക്കിളിന് ഒരു കമ്പനി ഉണ്ട്, ഒറാക്കിൾ ERP എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്, ഇങ്ങനെ സോഫ്റ്റ്വെയർ ഉണ്ട്. നമ്മുടെ ടാലി നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. ടാലി ERP എന്ന് പറയുന്ന ടാലിയുടെ ഒരു ERP ഉണ്ട്. ഇനി അതല്ലാതെ പല കമ്പനികളും ഞങ്ങളുടെ കമ്പനി അടക്കമുള്ള കമ്പനികൾ ഡെവലപ്പ് ചെയ്യുന്ന കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ERP-കളുണ്ട്. അപ്പൊ ERP എന്ന് പറയുന്ന മനസ്സിലാക്കേണ്ടത് കോമൺ വേർഡ് എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. അതായത് ഒരു സ്ഥാപനത്തിന്റെ, അത് മാനുഫാക്ചറിംഗിലായിക്കോട്ടെ, എന്താ പറയാ, ഡിസ്ട്രിബ്യൂഷനിലായിക്കോട്ടെ, സർവീസിലായിക്കോട്ടെ, NBFC നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയാ ബാങ്കിങ് സെക്ടറിലായിക്കോട്ടെ. ബാങ്കിങ് സെക്ടറിലെ ഇൻഫോസിസിന് ERP-യുടെ പേരാണ് ഫിനാക്സ് കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ വേറെ കമ്പനിയുടെയാണ് സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ. ഇത് ബാങ്കിങ് സെക്ടറിൽ മാത്രമായിട്ട് വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളാണ്. അപ്പൊ ലോകത്തെ ഏറ്റവും കൂടുതൽ ബാങ്കുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇൻഫോസിസിന്റെ ERP ആയിട്ടുള്ള ഫിനാക്സ് എന്ന് പറഞ്ഞ ERP ആണ്. അപ്പൊ വാട്ട് ഐ എം സേയിങ് ഈസ്, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് ഒരു കമ്പനിയുടെ മുഴുവൻ, അതായത് ലീഡ് ജനറേഷൻ തൊട്ട് പ്രോസസ് തൊട്ട് സാധനങ്ങൾ മേടിക്കുന്ന കാര്യങ്ങൾ മുതൽ, കണക്കുകളുടെ കാര്യങ്ങൾ മുതൽ, എംപ്ലോയീസിന്റെ അറ്റൻഡൻസ് മുതൽ, അവരുടെ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ റിപ്പോർട്ടിംഗ് മുതൽ, സെയിൽസ് ടീമിന്റെ റിപ്പോർട്ടിംഗ് മുതൽ, അതുപോലെ തന്നെ ലോജിസ്റ്റിക് കൺട്രോൾ മുതൽ, അതുപോലെ തന്നെ സപ്ലൈ ചെയിന്റെ കൺട്രോൾ മുതൽ, ഹ്യൂമൻ റിസോഴ്സസിന്റെ സാലറി പോലുള്ള കാര്യങ്ങൾ അടക്കം എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും കൂട്ടി ഇണക്കാൻ കഴിയുന്ന ഒരു സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ERP എന്ന് പറയുന്നത്. അപ്പൊ ഈ ERP വെച്ച സിസ്റ്റം അനുസരിച്ചുകൊണ്ട് അതിനുള്ളിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റ് ആൾക്കാരും വർക്ക് ചെയ്യണം. നിങ്ങൾ SAP-യിൽ വർക്ക് ചെയ്യാൻ അറിയുന്ന ഒരു അക്കൗണ്ടന്റ് ആണോ, SAP-യിൽ വർക്ക് ചെയ്യാൻ അറിയുന്ന ഒരു ഹെഡ് ആണോ, SAP-യിൽ വർക്ക് ചെയ്യാൻ അറിയുന്ന ഒരു പ്രിക്വയർമെന്റ് മാനേജർ ആണോ, SAP-യിൽ വർക്ക് ചെയ്യാൻ അറിയുന്ന ഒരു മാർക്കറ്റിംഗ് മാനേജർ ആണോ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് പറഞ്ഞു വളരെ നന്ദി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതിനെ കണക്ട് ചെയ്യാണ്. ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽ ആവശ്യവും വരുന്നത് ഇവിടെയാണ്. നിങ്ങൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെങ്കിൽ ERP-യിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണോ, അല്ലെങ്കിൽ SAP-യിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണോ? കാരണം SAP-യിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങളും കൂടി ഫോളോ ചെയ്തുകൊണ്ടേ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന് SAP-യിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ സംവിധാനങ്ങൾ കൂടി പറയുന്ന ഒരു പ്രൊഫഷണൽ ആണോ എന്നുള്ളത് ഇനിയുള്ള കാലഘട്ടത്തിൽ വളരെ 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 പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ എന്റർപ്രൈസ് സൊല്യൂഷൻ എന്ന് പറയുന്നത്, ERP എന്ന് പറയുന്നത്, റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ഒരു പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കൂട്ടിയിണക്കുന്ന ഒരു ടെക്നോളജിനെയും സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ERP എന്ന് പറയുന്നത്. ആ ERP കൊണ്ടുവരുമ്പോൾ ആ ERP വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും ബാക്ക് എൻഡിൽ ഉണ്ടാവണം. ക്ലൗഡും സിസ്റ്റംസും കമ്പ്യൂട്ടേഴ്സും അതിന്റെ കോൺഫിഗറേഷൻസും ക്ലൗഡ് ഡിസ്പ്ലേ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചറിൽ ഈ ERP സോഫ്റ്റ്വെയർ വർക്ക് ചെയ്ത്
അവിടെയുള്ള എല്ലാ സ്റ്റാഫും ഈ ERP വർക്ക് ചെയ്യാൻ പഠിക്കുകയും കൂടി ചെയ്യുമ്പോഴാണ് ഒരു കമ്പനി ERP ഇംപ്ലിമെന്റ് പറയാൻ പറ്റുള്ളൂ. SAP പോലെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം എടുക്കുന്ന സമയം 1 കൊല്ലമാണ്. 1 കൊല്ലം കൊണ്ട് SAP ഒരു കമ്പനിയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിയാൻ ഏകദേശം ഒരു 1000 പേര് വർക്ക് ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ ഒരു 10-25 പേരടങ്ങുന്ന ഒരു ടീം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണം. സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനല്ല, ഇംപ്ലിമെന്റ് ചെയ്ത് ഡിപ്പാർട്ട്മെന്റ് പഠിച്ച് ഡാറ്റയെ കറക്റ്റ് ആക്കി കൊടുക്കാൻ വേണ്ടി 1 കൊല്ലമെങ്കിലും 25 മുതൽ 30 ആളുകൾ വർക്ക് ചെയ്തിട്ടാണ് ഒരു കമ്പനിനെ ERP സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നത്. അത് ഏകദേശം നിങ്ങൾ മനസ്സിലാക്കേണ്ട, അതിന്റെ വലിപ്പം മനസ്സിലാക്കണമെങ്കിൽ ഒരു തെറ്റില്ലാത്തൊരു കമ്പനി ERP ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ 3 മുതൽ 5 കോടി രൂപ വരെ ചെലവുള്ള ഒരു പ്രോസസ്സാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞത്, അത് ഒരു ഇപ്പൊ സാധാരണ ഒരു കമ്പനി ചെയ്യുന്ന ചെറിയ ERP പോലും ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ 50 ലക്ഷം രൂപ മുതൽ 80 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 കോടി രൂപ ചെലവ് വരും. ഓപ്പൺ സോഴ്സുകളുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ ലക്ഷക്കണക്കിന് രൂപ വാങ്ങുന്ന ആൾക്കാരെ. ഇതാണ് ERPയുടെ വലുപ്പം, ഇതാണ് ERPയുടെ ഇതിന്റെ ഒരു സാധ്യത. അപ്പോ ഞാൻ വിചാരിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ ഏത് പ്രൊഫഷനിലേക്ക് പോയാലും അതിന്റെ ഏതെങ്കിലും മൊഡ്യൂൾ ERPയിൽ വർക്ക് ചെയ്യാൻ പഠിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾ പിന്നീടുള്ള പ്രൊഫഷനിലേക്ക് അത് നന്നായിട്ട് ഗുണം ചെയ്യുന്നതാണ്. കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇത്രയും പറഞ്ഞാൽ മതി. ഞാൻ സംശയങ്ങളെ ചോദിക്കാം. നിങ്ങൾക്ക് ഇതിനുമായി ബന്ധപ്പെട്ട് എന്ത് സംശയമില്ല, അല്ലെങ്കിൽ ഇതിന്റെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് സംശയം ഉണ്ടെങ്കിലും എനിക്ക് കുറച്ച് സമയം കൂടി സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു വിരോധവും ഇല്ല. ടീച്ചറായിട്ട് എന്റെ നമ്പർ ഉണ്ട്. നിങ്ങൾ കുട്ടികൾക്ക് എപ്പോഴെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. പക്ഷെ ആദ്യം ഒരു മെസ്സേജ് അയക്കണം, ഞാൻ ഇന്ന ക്ലാസ്സിലെ കുട്ടിയാണ്, ടീച്ചർമാരെ വിളിക്കുകയാണ്, എനിക്ക് 10 മിനിറ്റ് സംസാരിക്കണം, എനിക്കൊരു കരിയറിനെ പറ്റി ഒരു കാര്യം പറഞ്ഞു തരണം എന്ന് ആവശ്യമുള്ള ഏതൊരു കുട്ടിക്കും എന്നെ വിളിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് വേറെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ലെവലിൽ ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യാം. ഒരു ബുദ്ധിമുട്ടുമില്ല, സന്തോഷമുള്ളൂ എനിക്ക് ആ കാര്യത്തിൽ. എനിക്ക് ഐ ആം റെഡി ടു സ്പെൻഡ് ടൈം ഫോർ യു. അതുകൊണ്ട് ഞാൻ ചെയ്തു തരാം. ഇതിന്റെ ഭാഗമായിട്ടല്ല, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വിളിക്കാം. എപ്പോ വേണമെങ്കിലും വിളിക്കാന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ടൈം ഞാൻ നിങ്ങൾക്ക് തരാം, ആദ്യം മെസ്സേജ് അയക്കാം, അങ്ങനെ ഒരു കാര്യമുണ്ട് എനിക്കൊന്ന് വിളിക്കണം എന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ സമയത്ത് വിളിക്കാൻ പറഞ്ഞ് മെസ്സേജ് റിപ്ലൈ തരാം. ആ സമയത്ത് വിളിക്കാം. കാരണം മറ്റു തിരക്കോ മീറ്റിംഗ് ആണെങ്കിൽ എനിക്ക് ഫോൺ ആകാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം മെസ്സേജ് അയക്കാൻ സമയം തരാം. ഞാൻ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ 1 to 1 ആയിട്ട് വിളിക്കുന്നത് ഒരു വിഷമവും ഇല്ല, സന്തോഷം. കരിയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം, സഹായിക്കാം. ഓക്കെ സർ, താങ്ക് യു. ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഉദ്ദേശിച്ച ഒരു ഐഡിയ നിങ്ങൾക്ക് ഒരുവിധമെല്ലാം കമ്മ്യൂണിക്കേറ്റഡ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രോബ്ലം ടീച്ചർക്ക് അറിയാം. സർ, ഇവർ ഇതുവരെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലല്ലാത്ത ക്ലാസ് ഒരുമിച്ചിരുന്ന് അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇപ്പൊ ശരിയാണോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ സൗണ്ട്? ആരെങ്കിലും കുട്ടികളൊന്ന് അൺമ്യൂട്ട് ചെയ്യൂ. സൗണ്ട് ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. സാറിന് ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ? Yes, let me continue. Dear students, നിങ്ങൾക്ക് ഒരുവിധം ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ടുണ്ടാകും എന്ന് ടീച്ചർ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ബുദ്ധിമുട്ട് ടീച്ചർക്ക് അറിയാം. നിങ്ങൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിലിരുന്ന് ഈ ഒരു ക്ലാസ് നിങ്ങളുടെ ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും നല്ല രീതിയിലാണ് നമ്മളുടെ ഓരോ കുട്ടികളും ക്ലാസ്സിനോട് നല്ല രീതിയിലാണ് പ്രതികരിക്കുന്നത്. നിങ്ങളിപ്പോൾ ജീവൻ സാറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിലുള്ള ഓഫീസിനെ കുറിച്ചിട്ടാണ് സാർ പറഞ്ഞത്. നമ്മൾ പലതരത്തിലുള്ള ഓഫീസുകളെ കുറിച്ചിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധങ്ങളായ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ആ ഓഫീസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് ഇന്നത്തെ സാഹചര്യത്തിലുള്ള പുതിയ ഒരു ട്രെൻഡിലുള്ള ഓഫീസ് എങ്ങനെയാണ്, ഒരു മോഡേൺ ഓഫീസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. നിങ്ങൾ അത്തരം ഒരു മോഡേൺ ഓഫീസിൽ ജോലി ചെയ്യണമെങ്കിൽ ഏത് ലെവലിൽ അപ്ഡേറ്റ് ആകണം എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഏകദേശം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ആർക്കെങ്കിലും
എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. ഓക്കെ, പ്രത്യേകിച്ച് ആർക്കും ഒന്നും ചോദിക്കാനില്ല എന്ന് തോന്നുന്നു. ആഗ്നൽ, ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് മൊത്തത്തിൽ എന്താ മനസ്സിലായെന്ന് ഒരു 2 സെന്റൻസിൽ പറയാമോ? റേഞ്ച് ഉണ്ടോ ആഗ്നൽ? ഓക്കെ, അൺമ്യൂട്ട് ചെയ്തപ്പോ പോയല്ലേ. ശരി, എന്താണ് ഫിറോജ? അല്ലേ, ആഗ്നലിനെ കാണാനില്ല. ആദിഷ ഉണ്ടല്ലോ അതില്. ഉണ്ടായിരുന്നു, പക്ഷെ റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ടായതാണ്. ഓക്കെ, വേറെ ഏതെങ്കിലും കുട്ടികൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, എന്നാ ജീവൻ സാർ, ഇവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം. അവർ ചോദിക്കുന്ന ഡൗട്ട്സ് ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റഡ് ആക്കാം. ഓക്കെ, നോ പ്രോബ്ലം. അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളൂ. ഞാൻ പറഞ്ഞു കൊടുക്കാം. ശരി സർ. ഓക്കെ ഓക്കെ, നമുക്ക് എന്നാൽ ലാസ്റ്റ് സെഷനിലേക്ക് കടക്കാം. ജിനു ജോൺ. ഓക്കെ, വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞോളൂ. ഓഫീസിനെ കുറിച്ചും ഡിജിറ്റലൈസേഷനെ കുറിച്ചും വളരെ ഭംഗിയായി ഞങ്ങൾ ക്ലാസ് എടുത്തു തന്ന ജീവൻ സാറിന് പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ അവസരം ഒരുക്കി തന്ന പ്രീതി ടീച്ചർക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഞങ്ങളുടെ സ്കൂളിലും എൻ്റെ പേരിലും ഈ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളുടെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു. ഓക്കെ ജിനു. താങ്ക് യു. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, എല്ലാവരും കണ്ടതിൽ വളരെ സന്തോഷം. All the very best. God bless you. Thank you very much. Thank you, sir. Bye-bye. Bye. കുട്ടികളെ, നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഞാൻ ജീവൻ സാറിന്റെ നമ്പർ ഷെയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിച്ചോളൂ. ഇന്നത്തെ ക്ലാസ് കേട്ടതിൻ്റെ ഒരു അസൈൻമെന്റ് റിപ്പോർട്ട് എഴുതി ടീച്ചർക്ക് ഈ COMVHSC@gmail.com എന്നുള്ള നിങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്ന മെയിൽ ID അയച്ചു തരണം. 26th ആണ് ടീച്ചർ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ്. അതിനുള്ളിൽ നിങ്ങൾ എല്ലാവരും മെയിൽ ചെയ്ത് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് വളരെ നല്ലൊരു ക്ലാസ് സെഷന് ശേഷം നമ്മൾ എല്ലാവരും പിരിയുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി, ഗുഡ് നൈറ്റ്. വീണ്ടും കാണാം. ലെഫ്റ്റ് ആയിക്കോളൂ. ടീച്ചറെ ചോദിക്കും മോനെ. ടീച്ചറെ, ചാറ്റ് ബോക്സിൽ ഒരു ലിങ്ക് തന്നിട്ടില്ലേ? അതില് റോൾ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പൊ റോൾ നമ്പർ നീ എഴുതണ്ട, പേര് മാത്രം എഴുതിയാ മതി. ഓക്കെ. ഡിസ്ട്രിക്റ്റോ? മതി മതി മതി. ഓക്കെ. ലെഫ്റ്റ് ആയിക്കോളൂ കേട്ടോ.